സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റോട് പ്രതിഷേധം അവസാനിപ്പിക്കില്ലെന്ന നിലപാടിൽ ഉറച്ച് പ്രതിപക്ഷം. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള സൌഹൃദം ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപണം ആവർത്തിച്ചു. പിടിക്കേണ്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാത്രമല്ലെന്നാണ് ബിജെപിയുടെ നിലപാട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റിൽ സന്തോഷമുണ്ടെന്നായിരുന്നു ദേവസ്വം മന്ത്രി വി എൻ വാസവന്റെ പ്രതികരണം. നിയമത്തിന്റെ ദൃഷ്ടിയിൽ കുറ്റവാളികളെല്ലാം വരണം, വളരെ സന്തോഷമുണ്ട്. ആദ്യത്തെ പ്രതിയെ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു, ബാക്കി ചോദ്യം ചെയ്യൽ വരട്ടെ. എന്നാൽ ഇതോടെ വിവാദം അവസാനിക്കില്ലെന്ന മുന്നറിയിപ്പാണ് പ്രതിപക്ഷത്തിന്റേത്. കടകംപള്ളി സുരേന്ദ്രനെതിരെ വീണ്ടും പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. പോറ്റി മാത്രമല്ല, അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കം ദേവസ്വം ബോർഡ് മുഴുവൻ പ്രതിയായില്ലേ, അന്നത്തെ ദേവസ്വം മന്ത്രിയും പ്രതിയാവും, പോലീസ് ശരിയായിട്ട് അന്വേഷിച്ച. വി ഡി സതീശനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നായിരുന്നു കടകംപള്ളി സുരേന്ദ്രന്റെ മറുപടി. 2019 ക്രമക്കേട് നടന്നുവെന്നത് വാസ്തവമെന്ന അന്ന് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ. അതൊരു വാസ്തവമല്ലേ, അതിൽ പിന്നെ പ്രത്യേകിച്ച് എന്താ പ്രതികരിക്കേണ്ടത്? 2019 ഞാൻ മന്ത്രിയായിരുന്നു. വിജിലൻസിന്റെ നോട്ടപ്പുള്ളിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ എങ്ങനെ വിലസിയെന്നാണ് ബിജെപിയുടെ ചോദ്യം. ഒന്നാം പ്രതിയായ ആൾ എങ്ങനെ ഇത്രയും വർഷക്കാലം 10-12 വർഷക്കാലം ശബരിമലയിൽ എങ്ങനെ വിലസി? ദേവസ്വം മന്ത്രി രാജിവെച്ചില്ലെങ്കിൽ കേന്ദ്ര ഏജൻസിയെ സമീപിക്കുമെന്ന് ബിജെപി ആവർത്തിച്ചു. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.